പ്രൈസ് ദി ലോർഡ്. ഈ നല്ല പ്രഭാതത്തിൽ തിരുവചന ധ്യാനത്തിനായി ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കായി നൽകിയിരിക്കുന്ന വചനം സദൃശ്യവാക്യം 22-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. ദയാകടാക്ഷമുള്ളവൻ അനുഗ്രഹിക്കപ്പെടും, അവൻ തൻ്റെ ആഹാരത്തിൽ നിന്ന് അഗതിക്ക് കൊടുക്കുന്നുവല്ലോ. ദൈവത്തിന് സ്തോത്രം. ദയാകടാക്ഷമുള്ളവൻ അവൻ്റെ സമ്പത്തിൽ നിന്ന്, അല്ലെങ്കിൽ അവൻ്റെ ബാങ്ക് ബാലൻസിൽ നിന്ന്, നിക്ഷേപത്തിൽ നിന്ന്, അവൻ്റെ സ്വത്തിൽ നിന്ന്, അവൻ്റെ സമൃദ്ധിയിൽ നിന്ന് അഗതിക്ക് വേണ്ടി കൊടുക്കുന്ന വിഷയത്തെക്കുറിച്ചല്ല അവിടെ ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത്. തൻ്റെ മേശപ്പുറത്ത് തനിക്ക് വേണ്ടി വിളമ്പിയിരിക്കുന്നതായ, തനിക്കും തൻ്റെ കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും വേണ്ടി കഴിക്കുവാൻ വേണ്ടി പാകപ്പെടുത്തി മേശപ്പുറത്ത് ഒരുക്കിയിരിക്കുന്നതായ ആഹാരത്തിൽ നിന്ന് ഒരു പങ്ക് അഗതിയെ കാണുമ്പോൾ എടുത്തു കൊടുക്കുന്നവനാരോ അവൻ ദയാകടാക്ഷമുള്ളവനാണ്, അവൻ അനുകമ്പ ദീർഘദൃഷ്ടിയുള്ളവനാണ്. അവൻ്റെ കണ്ണുകൾ ദയയിൽ അവൻ കേന്ദ്രീകരിച്ചിരിക്കും. അവൻ അഗതികളെ കാണുന്നു, വിശന്നിരിക്കുന്നവരെ. അവൻ്റെ ആഹാരത്തിന് മുൻപിൽ അവൻ വരുമ്പോൾ അവൻ വിശന്നിരിക്കുന്ന അഗതിയെ കാണുന്നു, അവർക്ക് അതിൽ നിന്ന് അല്പം ഒരു പങ്ക് എടുത്തു കൊടുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം ഭൂമിയിൽ ധനവാന്മാരെയും ദരിദ്രന്മാരെയും സൃഷ്ടിച്ചു. ധനവാന്മാരെ സൃഷ്ടിച്ചത് ദൈവമാണ്, ദരിദ്രന്മാരെ സൃഷ്ടിച്ചത് ദൈവമാണ്. ധനവാനെ സൃഷ്ടിച്ചപ്പോൾ ധനവാന് കർശനമായ ഒരു ഓർഡർ, ഒരു നിബന്ധന ദൈവം കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയാമോ? നിന്റെ ധനത്തിൻ്റെ മറവിൽ ദൈവത്തെ നീ നിന്ദിക്കരുത്, അപമാനിക്കരുത്, ദൈവത്തെ കൊണ്ട് ആവശ്യമില്ല എന്ന് പറയരുത്. ദരിദ്രനെ സൃഷ്ടിച്ചതിന് ശേഷം ദരിദ്രന് കർശനമായ ഒരു താക്കീത് ദൈവം കൊടുത്തു. നിന്റെ ദാരിദ്ര്യത്തിൻ്റെ മറവിൽ നീ മോഷ്ടിക്കരുത്. ദാവീദ് രാജാവ് അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്, ഞാൻ ധനവാനായി തീർന്നിട്ട് ദൈവം ആരെന്ന് ചോദിക്കുവാനും ദരിദ്രനായി തീർന്നിട്ട് മോഷ്ടിപ്പാനും ഇടവരരുതേ എന്ന് ദൈവത്തോട് അവൻ പ്രാർത്ഥിക്കുന്നതായി നമുക്ക് വായിച്ചറിയുവാൻ കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, കർത്താവ് ശിഷ്യന്മാരോടും ജനത്തോടും അനേകം ഉപമകൾ പറഞ്ഞപ്പോൾ നല്ല ശമരിയക്കാരൻ്റെ ഉപമയും കർത്താവ് അവിടെ പ്രകൃതിക്കുണ്ടായി. നല്ല കൂട്ടുകാരനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നാം വായിച്ചു നോക്കുമ്പോൾ ഒരു മുറിപ്പെട്ട കള്ളന്മാരാൽ പിടിപ്പെട്ടതായ ഒരു വഴിയാത്രക്കാരനെ ഒരു നല്ല ശമരിയക്കാരൻ അതുവഴി കടന്നു പോയപ്പോൾ അവനെ തൻ്റെ വാഹനത്തിൽ ഏറ്റിക്കൊണ്ടുവന്ന് ഒരു സത്രത്തിലാക്കി പെട്ടെന്ന് ആ കഥ ചുരുക്കി പറഞ്ഞാൽ, ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം ആ രോഗിയോടുകൂടി, അല്ലെങ്കിൽ ആ മുറിപ്പെട്ടതായ ആ അഗതിയായ മനുഷ്യൻ്റെ കൂടെ ഒരു ദിവസം താമസിച്ചതിന് ശേഷം പിറ്റേ ദിവസം ആ ശമരിയക്കാരൻ തൻ്റെ യാത്ര തുടർന്ന് പോകുവാൻ തുടങ്ങുമ്പോൾ ആ സത്ര നടത്തിപ്പുകാരനെ വിളിച്ചിട്ട് 2 കാശ് അവൻ്റെ കയ്യിൽ എടുത്തു കൊടുത്തു. അതിനുശേഷം അവനോട് പറഞ്ഞു, കർത്താവ് പറയുകയാണ്, അവനോട് പറഞ്ഞു, ഈ അഗതിക്ക് വേണ്ടി ചെയ്യുവാനുള്ള സകല ശുശ്രൂഷയ്ക്കും മതിയാകുന്ന പണം ഇതിലുണ്ട്. ജീവനും ഭക്തിക്കും ആത്മീകമായതും നല്ല വഴി പറഞ്ഞു കൊടുക്കുവാനും അവർ ശരീരത്തിന് വേണ്ട ശുശ്രൂഷകൾ ചെയ്യുവാനും ഒക്കെ ഉള്ളതായ പണം ഇതാ ഞാൻ നിന്റെ കയ്യിൽ തരുന്നു. ഇനിയും ഇത് പോരാതെ വന്നു നിന്റെ കയ്യിൽ നിന്നും വല്ലതും അധികമായി ചെലവഴിച്ചാൽ അത് ഞാൻ തിരികെ വരുമ്പോൾ തരാം. പ്രൈസ് ദി ലോർഡ്. അവൻ ചെയ്തതായ പ്രവൃത്തികൾക്കും അവൻ ചെയ്യേണ്ടതായ കടപ്പാടിനും തക്കതായ ഐശ്വര്യവും ഗുണവും ശമ്പളവും അതിൻ്റെ ബില്ലും പേയ്മെൻറ്റുകളും ഒക്കെ ആ 2 കാശിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. അതായത് ജീവനും ഭക്തിക്കും ആവശ്യമായതല്ല. എന്നാൽ സത്ര നടത്തിപ്പുകാരൻ്റെ മേശപ്പുറത്ത് വിളമ്പിയതായ ആഹാരം അവനും അവൻ്റെ കുഞ്ഞുങ്ങൾക്കും അവൻ്റെ കുടുംബത്തിനും വേണ്ടി കഴിക്കുവാൻ വേണ്ടി വിളമ്പിയതായ ആഹാരത്തിൻ്റെ ഒരു പങ്ക് എന്തെങ്കിലും അവന് മനസ്സ് തോന്നി ദീർഘദൃഷ്ടിയോടുകൂടെ, ദയാദൃഷ്ടിയോടുകൂടെ, ദയാലുവായി അഗതികളോട് മനസ്സലിവുള്ളവനായിട്ടുള്ളതായ ഒരു മനോഭാവം മുൻനിർത്തി ആ ആഹാരത്തിൽ നിന്ന് എന്തെങ്കിലും അഗതിക്ക് വേണ്ടി ചെലവഴിച്ചാൽ, എടുത്തു കൊടുത്താൽ അത് ഞാൻ വരുമ്പോൾ തരാം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കയ്യിൽ നിന്നും നമ്മുടെ ആഹാരത്തിൽ നിന്നും നാം എടുത്തു കൊടുക്കുന്നതിനാണ് പ്രതിഫലം കർത്താവ് തരുന്നത്. അല്ലാത്തതിനൊക്കെ ദൈവം ഭൂമിയിൽ വെച്ച് പ്രതിഫലം തരും.
നമ്മുടെ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുന്നതിനൊക്കെ, നമ്മുടെ ആദായത്തിൽ നിന്ന് ചെലവഴിക്കുന്നതിനൊക്കെ, നമ്മുടെ സമൃദ്ധിയിൽ നിന്ന് ചെലവഴിക്കുന്നതിനൊക്കെ അത് ആർക്ക് കൊടുത്താലും വേണ്ടിയല്ല. ദൈവത്തിന് കൊടുത്താലും, മനുഷ്യർക്ക് കൊടുത്താലും, അഗതിക്ക് കൊടുത്താലും, ദശാംശം കൊടുത്താലും, എന്ത് കൊടുത്തിരുന്നാലും, യാഗം കഴിച്ചാലും എല്ലാം ഈ ഭൂമിയിൽ വെച്ച് ദൈവം നിനക്ക് 2 കാശ് തരും. ജീവനും ഭക്തിക്കും ആവശ്യമായ മാന്യമായ ചെലവഴിപ്പ് നീ മാന്യമായി ഇരിക്കത്തക്ക രീതിയിൽ, ആരോടും ചെന്ന് കടം ചോദിക്കാത്ത രീതിയിൽ ദൈവം അമർത്തി കുലുക്കി നിനക്ക് തരും. പക്ഷെങ്കിൽ നിനക്ക് വേണ്ടി വിളമ്പി വെച്ചിരിക്കുന്ന, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രം ചെലവഴിക്കുന്ന, അല്ലെങ്കിൽ വിളമ്പി വെച്ചിരിക്കുന്നതായ പ്രിപ്പയർ ചെയ്ത ആഹാരത്തിൽ നിന്ന്, അങ്ങനെയാണ് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്, അവൻ തൻ്റെ ആഹാരത്തിൽ നിന്ന് എടുത്ത് അഗതിക്ക് വല്ലതും കൊടുക്കുന്നുവെങ്കിൽ അവൻ അനുഗ്രഹിക്കപ്പെടും. അവൻ ദയാദൃഷ്ടിയുള്ളവനാണ്, അവൻ വ്യത്യസ്തനാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ദൈവസന്നിധിയിലുള്ളതായ വിശ്വസ്തത നമുക്ക് വേണ്ടിയുള്ള ആ സംരംഭത്തിൽ നിന്ന്, നമുക്ക് വേണ്ടിയുള്ള അംശത്തിൽ നിന്ന് നാം വീതിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മളിൽ അങ്ങനെയുള്ളതായ ഒരു ദൃഷ്ടി രൂപം കൊള്ളുന്നത്. ഇല്ല എങ്കിൽ ലോകമനുഷ്യരിലും നമുക്ക് നീതിമാന്മാരെ കാണാൻ കഴിയും. ദൈവപ്രമാണമില്ലാതെയും കർത്താവിൻ്റെ ഉപദേശം കൂടാതെയും വിശ്വാസിയല്ലാതെയും ഒക്കെ അനേക നീതിപ്രവൃത്തികൾ നമുക്ക് ചെയ്യുവാൻ കഴിയും. അനേക നീതിപ്രവൃത്തികൾ ചെയ്യുന്നവരുണ്ട്, നീതി പ്രവർത്തിക്കുന്നവരുണ്ട്, നീതി നടത്തിക്കൊടുക്കുന്നവരുണ്ട്, നീതി വാങ്ങിക്കൊടുക്കുന്നവരുണ്ട്, നീതിയെ വിധിക്കുന്നവരുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ചു കൊണ്ടുള്ളതായ ഒരു നീതിപൂർണമായ ചിന്താഗതി, മനോഭാവം, ദൃഷ്ടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, നമ്മുടെ മേശപ്പുറത്ത് നാം ആഹാരത്തിന് വേണ്ടി ഇരിക്കുമ്പോൾ നമ്മുടെ ദൃഷ്ടി പ്രകാശിപ്പിക്കപ്പെടുന്നു. എങ്ങനെ? വിശന്നിരിക്കുന്നവരെ കാണുവാൻ തക്കവണ്ണം നമ്മുടെ കണ്ണ് തുറക്കുന്നു, ഇല്ലാത്തവരെ കാണുവാൻ നമ്മുടെ കണ്ണുകൾ തുറക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നാം എന്തെങ്കിലും ഒരു പ്രത്യേകമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതില്ലാതിരിക്കുന്ന കുഞ്ഞുങ്ങളെ കാണുവാൻ നമ്മുടെ കണ്ണ് പ്രകാശിപ്പിക്കപ്പെടുന്നു. അവനെയാണ് ദയാലു എന്ന് പറയുന്നത്, ദയാദൃഷ്ടി എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ആ ദൃഷ്ടിയുള്ളവരെ ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ വചനം പറയുന്നത് അവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും, അവൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. അവർക്കാണ് ദൈവം പ്രതിഫലവുമായി ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. കർത്താവിൻ്റെ കയ്യിൽ നിന്നും നാം പ്രതിഫലം വാങ്ങിക്കൂട്ടുന്നതൊക്കെ പറഞ്ഞിട്ടില്ലേ? നിത്യജീവനെ കൂടാതെ ദൈവസന്നിധിയിൽ നിന്ന് പ്രതിഫലം വാങ്ങിക്കൂട്ടുക, സ്വർഗരാജ്യത്തിൽ പ്രതിഫലം ഉണ്ടാകുക എന്നൊക്കെ പറയുമ്പോൾ പ്രതിഫലം ഇതാണ് എന്ന് പറഞ്ഞാൽ നീ ചെയ്തതിന് പ്രതിയായിട്ടുള്ളതായ ഫലം, അതിനെയാണ് പ്രതിഫലം എന്ന് പറയുന്നത്. എന്ത് നീ ചെയ്തോ അതിനുള്ളതായ പ്രതിയായിട്ടുള്ളതായ ഫലം അത് ഇതുവരെയും നിനക്ക് തന്നു തീർന്നിട്ടില്ല, ഇതുവരെയും തരാത്തതാണ്. ദൈവസന്നിധിയിൽ കടമായിട്ടാണ്. അഗതിക്ക് വായ്പ കൊടുക്കുന്നവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ ഒരു സ്വത്ത് സമ്പാദിച്ചു വയ്ക്കുകയാണ്. കാരണം ദൈവം അവന് കടക്കാരനായിരിക്കുന്നു, ദൈവം അവന് മറുപടി കൊടുക്കണം, ദൈവം അവന് പ്രതിഫലം കൊടുക്കണം, ദൈവം അത് തിരിച്ചു കൊടുക്കണം, അത് ചെയ്യും എന്ന് ദൈവം പറയും. ഈ ഭൂമിയിൽ മാത്രമല്ല, ഈ ഭൂമിയിൽ ലഭിക്കുന്നതൊക്കെയും നമ്മുടെ സമൃദ്ധിയിൽ നിന്ന് നാം ചെയ്യുന്നതായ അനുഭവങ്ങളുടെ പ്രതിഫലങ്ങളാണ് ഭൂമിയിൽ കിട്ടുന്നത്. എന്നാൽ നമ്മുടെ ഇല്ലായ്മകളിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി വച്ചിരിക്കുന്നതിനെ വീതിക്കുന്ന ആ മനോഭാവം, ആ ദയാദൃഷ്ടി ഉള്ളതായ മനുഷ്യൻ ആരോ അവന് പ്രതിഫലം ദൈവം കർത്താവ് വരുമ്പോൾ, അതാണ് കർത്താവ് പറഞ്ഞത്, ഇനിയും നിന്റെ കയ്യിൽ നിന്നും അധികമായി വല്ലതും ചെലവഴിച്ചാൽ നിനക്ക് പ്രത്യാശ വർദ്ധിച്ചു, നിനക്ക് വിശ്വാസം വർദ്ധിച്ചു, നിനക്കങ്ങ് ഉപദേശത്തിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ വചനത്തിൽ കൂടെയുള്ളതായ ദൃഷ്ടി പ്രകാശിപ്പിക്കപ്പെട്ട് അധികമായി ചെയ്യുവാൻ നിന്റെ ഹൃദയം നിന്നെ വശീകരിച്ചു, നിന്റെ വിശ്വാസം നിന്നെ അതിനുവേണ്ടി നിനക്ക് വലിയൊരു ആവലും ഒരു പ്രചോദനവും നിനക്ക് തന്നു എങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിനത് പകരം നൽകുവാനുണ്ട്. ദൈവത്തിൻ്റെ വചനം ഒരു പ്രാവശ്യം കൂടെ തിരുവചനത്തിൽ നിന്നും നമുക്ക് വായിക്കാം. സദൃശ്യവാക്യം 22 അധ്യായത്തിൻ്റെ 9 വാക്യം, ദയാ കടാക്ഷമുള്ളവൻ അനുഗ്രഹിക്കപ്പെടും, അവൻ തൻ്റെ ആഹാരത്തിൽ നിന്ന് അഗതിക്ക് കൊടുക്കുന്നുവല്ലോ. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നതായ അനുഗ്രഹിക്കപ്പെട്ട സമൂഹമായി, കുടുംബമായി, തലമുറകളായി തീരുവാൻ ദൈവം നമുക്കേവർക്കും ഈ വചനങ്ങളാൽ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.